നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തത്. രഘുവേട്ട, അതൊന്നും സാരമില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. രഘുവേട്ടന്റെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. അത്രയ്ക്കും മോശമായിരുന്നല്ലോ ഞാൻ പണ്ട്. അത്രയ്ക്കും മോശം. തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നത് വലിയ കാര്യം തന്നെയാ. ഗോകുലത് ചെയ്തിട്ടും മനസ്സിലാക്കാതെ ശിക്ഷിച്ച ഞാൻ തന്നെ തെറ്റുകാരൻ. രഘുവേട്ട, എനിക്ക് അതിലൊന്നും ഒരു സങ്കടമില്ല. എന്റെ വിഷമം മറ്റൊരു കാര്യത്തില്ല. നിങ്ങളെല്ലാം സംശയിച്ച് എന്റെ പുറകെ നടക്കുമ്പോ മഞ്ചാടി അവിടെ അപകടത്തില. അവക്കൊപ്പമുള്ളവരവളെ ചതിക്കും. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാ എനിക്കന്ന് അവിടെ എത്താൻ പറ്റിയത്. അല്ല, അവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? അത് രഘുവേട്ട, അന്ന് ഹേമന്ത് പറയടാ, നീ എന്താ പോവാത്തത്? ഞാൻ പോകാൻ ഇറങ്ങിയതാ. അപ്പൊ ഒരാളെ കണ്ടടാ. ആരടാ? ഒരാള്. കേട്ടാ നിനക്ക് ഒരുപാട് സന്തോഷാവുന്ന ആളാ. നീ കാര്യം പറ മോനെ. എടാ, നിന്റെ മഞ്ചാടിയെ പോലൊരു പെണ്ണെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടെന്ന്. രഘുവേട്ട, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഞ്ചാടിയോടുള്ള എന്റെ ഇഷ്ടം, രഘുവേട്ട, അത് 100% സത്യമാണ്. എനിക്ക് മഞ്ചാടിയെ കിട്ടിയില്ലെങ്കിൽ സാരമില്ല. അവള് സന്തോഷത്തോടെ ജീവിക്കണം. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. നീ വിഷമിക്കാതെ ഗോകുൽ. നിന്നെ എനിക്ക് മനസ്സിലാവും. മഞ്ചാടി എനിക്ക് എന്റെ അനിയത്തിയല്ല, എന്റെ ലക്ഷ്മി മോളെ പോലെ തന്നെ, എന്റെ മകളെ പോലെ ഞാൻ അവളെ കാണുന്നേ. അവളുടെ ദേഹത്തൊരു പൊടി പോലും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഗോകുൽ. അത് മതി രഘുവേട്ട, അത് മതി. ഞാൻ ഈ ജയിലിൽ കയറിയപ്പോ എന്റെ വിഷമം അത് മാത്രമായിരുന്നു. ഇപ്പൊ മനസ്സിനൊരു ധൈര്യം തോന്നുന്നു. മഞ്ചാടിയെ ഉപദ്രവിക്കാൻ നോക്കിയത് ആരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല ഗോകുൽ. ചേച്ചി, ഞാൻ കുളിക്കുമായിരുന്നു. അതിന് നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അത് പിന്നെ നീ എനിക്കൊരു അത്ഭുതമാണ് മഞ്ചാടി. അല്ല, നിന്റെ ഈ റൊട്ടീനെ ഞാനൊക്കെ ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കൂ. അതും മുടി നനച്ച്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മേല് കഴുകും.
അതും ബുദ്ധിമുട്ടി ഒരു നേരം. ഞാൻ കൊച്ചിലെ തൊട്ട് 2 നേരം കുളിച്ച് ശീലിച്ചതാ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ശരീരത്തിനും മനസ്സിനും ഒരു സുഖം ഉണ്ടാവില്ല. ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത് നീ ഒരു റെയർ ആണെന്ന്. ഈ ചേച്ചിക്ക് ഇതെന്ത് പറ്റി? ദേഷ്യമൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ടല്ലോ. നീ എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. അത് പക്ഷേ നീ ജീവൻ രാജിന്റെ പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പെണ്ണല്ല ചേച്ചി, പെങ്ങളാ. ആ, അതൊക്കെ ചിലർക്ക് സെയിമാ. പെങ്ങളെ പെണ്ണായും പെണ്ണിനെ പെങ്ങളായും കാണും. ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഒക്കെ വഴിയെ മനസ്സിലാവും. ഇല്ലെങ്കിൽ മനസ്സിലാക്കി തരാം. എന്തേ പോരെ? അയ്യോ, കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാൻ എങ്ങനെയാ വെറുതെ ഓരോന്ന് പറയും. നീ അതൊന്നും കാര്യാക്കണ്ട. ദാ കഴിക്ക്. സ്വീറ്റ്സാ. ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ഹാപ്പി ബർത്ത്ഡേ. ദാ ഒരെണ്ണം കഴിക്ക്. ദാ ഞാൻ എടുത്തു തരാം. ദാ അങ്ങോട്ട് കഴിച്ചേ. ആ ആ കഴിക്ക്. ദാ കഴിച്ചു. മിടുക്കി. കൊള്ളാലോ, സുന്ദരിയാണല്ലോ. മഞ്ചാടി, ഇതൂടെ കഴിക്ക്. കഴിക്ക്. എന്താ മോളെ? പായസം. പായസം? രഘുവേട്ടൻ വരുന്നതിന്റെ സന്തോഷത്തില് ചേച്ചി ഉണ്ടാക്കിയതാ അച്ഛാ. നന്നായി. നിങ്ങളുടെ ഒക്കെ മുഖത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷാ ഇങ്ങനെ സന്തോഷം കാണുന്നത്. അത് ശരിയച്ചാ. എത്രയോ ദിവസങ്ങൾ കൂടിയാ ഞാൻ മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കുന്നത് തന്നെ. അതെ അച്ഛാ, ഓരോ പ്രശ്നങ്ങൾ കാരണം മനസ്സിനൊരു സമാധാനമില്ലായിരുന്നു. ഇപ്പൊ രഘുവേട്ടൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞപ്പോ നമ്മുടെ വീട്ടില് പഴയ സന്തോഷം തിരിച്ചു വന്ന പോലെ. ആരെയും ഭഗവാൻ അതിനാള് കഷ്ടപ്പെടുത്തില്ല മക്കളെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കേ. നമ്മുടെ എല്ലാ കഷ്ടകാലവും മാറും. രഘു തിരിച്ചു വരുന്നത് മാത്രമല്ല, അനുവിന്റെയും ചീരുവിന്റെയും പ്രശ്നങ്ങളെല്ലാം മാറും. എനിക്ക് ഉറപ്പാ. അതെ, എനിക്കിപ്പോ ആ വിശ്വാസം തോന്നുന്നുണ്ടച്ചാ. എല്ലാം മാറും മക്കളെ. ഇപ്പോ വലിയ വലിയ ബാധ്യതകളൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ പേടിക്കാനുള്ളത് ഞാൻ കൊടുത്ത 10 ലക്ഷത്തിന്റെ ചെക്ക.
ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്താനു നീ പറ. സത്യം പറഞ്ഞപ്പോഴാ എനിക്ക് ഇങ്ങനൊരു കാര്യം ഓർമ്മ വന്നത്. നീ എന്താന്ന് വെച്ച കാര്യം പറയാനു? തൽക്കാലം നമുക്ക് കനകരാജ് സാറിനോട് കുറച്ച് പണം ചോദിച്ചാലോ? സത്യം പറഞ്ഞത് ശരിയാണെങ്കിൽ സാറിന് നമ്മളെ സഹായിക്കാൻ താല്പര്യമുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാ എനിക്കും തോന്നുന്നത്. അത് ശരിയാകുമോ മക്കളെ? നമുക്ക് അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു സൗഹൃദത്തിന്റെ പേരിൽ പോലും അദ്ദേഹത്തെ വിളിക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ല നമ്മള്. അങ്ങനെയുള്ളപ്പോ പണത്തിനു വേണ്ടി മാത്രം നമ്മൾ അദ്ദേഹത്തോട് സഹായം ചോദിക്കാന്ന് വെച്ചാ അതിനെന്താ അച്ഛാ? നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ സഹായിക്കാൻ മനസ്സ് കാണിച്ച ഒരാളുടെ സഹായം സ്വീകരിക്കുന്നതില് തെറ്റൊന്നുമില്ല. അത് മാത്രമല്ല, അതുകൊണ്ട് നമ്മുടെ വീട് വിൽക്കാതിരിക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യമല്ലേ അച്ഛാ? അതെ അച്ഛാ, അതില് ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാള് നല്ല മനസ്സുകൊണ്ട് പറയുന്ന കാര്യമല്ലേ? ഞാൻ ഏതായാലും അദ്ദേഹത്തെ ഒന്ന് നേരിൽ പോയി കണ്ട് സംസാരിക്കാം. അതല്ലേ അതിന്റെ ഒരു ശരി. എന്നിട്ടൊരു തീരുമാനം എടുക്കാം. അതാ അതിന്റെ ശരി അച്ഛാ. അച്ഛന്റെ ഫോണും എടുത്തേ. ആ മഞ്ചാടി അച്ഛാ. അച്ഛാ ഹലോ മോളെ. ഹലോ അച്ഛാ. ആ മോളെ, എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നം? ഇല്ല അച്ഛാ, ഒരു പ്രശ്നമില്ല. ആ സന്തോഷം ഒന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ആൻമരി ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യം എല്ലാം മാറി. ചേച്ചി ഇപ്പൊ എന്നെ ഒരു അനിയത്തി പോലെ കാണുന്നത്. ആണോ? സന്തോഷായി മോളെ. നിന്റെ പഠനത്തെ കുറിച്ച് ഓർത്ത് അച്ഛന് ടെൻഷനായിരുന്നു. ഇനി അച്ഛന് ഒരു പേടിയും വേണ്ട. ചേച്ചി ഇത്രയും നല്ല ആളാണെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായ. എന്താ രവിയേട്ടാ, എന്തു പറ്റി വല്ലാതിരിക്കുന്നേ? അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അയ്യോ, അമ്മയ്ക്ക് എന്തു പറ്റി? അറ്റാക്കാ, ഉടനെ സർജറി വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് രവിയേട്ടൻ എന്താ എന്നെ ഒന്ന് വിളിച്ച് പറയാഞ്ഞത്? ഞാനിങ്ങോട്ട് വന്നിട്ട് പറയാലോ എന്ന് കരുതി. സർജറിക്ക് ഉടനെ പണം അടയ്ക്കണം. അതിനി എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. രവിയേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? FD ഇട്ട പണം പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലേ? അതിനെന്തൊക്കെയോ തടസ്സമുണ്ട്. ആ മാനേജറാണെങ്കിൽ ലീവിലുവാ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പൊ പിന്നെ എന്താ ഒരു വഴി രവിയേട്ടാ? ഒരു വഴിയുണ്ട്. ഗോൾഡ് കൊണ്ടുചെന്ന അത് വെച്ച് അപ്പം തന്നെ പണം തരും. നീ നിന്റെ ഇരിക്കുന്ന സ്വർണ്ണം അങ്ങ് എടുത്തു തന്നാ മതി. ഈശ്വര, ഗോൾഡ് എന്റെ കയ്യിലില്ലാന്ന് എങ്ങനെ രവിയേട്ടനോട് പറയും? രവിയേട്ടനോട് ചോദിക്കാതെ ഇന്ദ്രന് സ്വർണം കൊടുത്തു എന്നറിഞ്ഞ പിന്നെ അത് കൂടുതൽ പ്രശ്നമാവും. നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? നീ അതെടുത്തിട്ട് വാ. ഇല്ല രവിയേട്ട, പറ്റില്ല. എന്റെ ഗോൾഡ് ഞാൻ തരില്ല. ഞാൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെടുത്തു തരാം. നീ ചെല്ല്. തരില്ലെന്ന് പറഞ്ഞ് തരില്ല. അതൊക്കെ എന്റെ ആവശ്യത്തിന് വെച്ചിരിക്കുന്നതാ, അല്ലാതെ നിങ്ങളുടെ വീട്ടുകാർക്ക് വിറ്റ് തുലയ്ക്കാനൊന്നുമല്ല.
നിനക്കിത് എന്താ പറ്റിയേ? ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോ ഇങ്ങനെയാണോ പറയണ്ടേ? പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്റെ സാധനങ്ങൾ എനിക്ക് താല്പര്യമില്ലെങ്കിലേ ആർക്കും തരേണ്ട ഒരു കാര്യമില്ല. അതെ, നിന്റെ എന്ന് പറയാൻ കാശ് മുടക്കി വാങ്ങിയത് ഞാനല്ലേ? ഓഹോ, ഇപ്പൊ അങ്ങനെ ആയല്ലേ? പക്ഷേ നീ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ. എന്റെ അമ്മയുടെ ജീവൻ അപകടത്തില്. സർജറി വൈകിയതിന്റെ പേരിൽ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഈ രവി ആരാണെന്ന് നീ അറിയും. എന്തറിയൂന്ന്? ഭാര്യയ്ക്ക് ഒരു സാധനം വാങ്ങി തന്നിട്ട് അതിന് പണത്തിന്റെ കണക്ക് പറയുന്നതിനപ്പുറം മോശം കാര്യമാണോ ഞാൻ ചെയ്തത്? ആണോ? അല്ലെങ്കിൽ തന്നെ രവിയേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. എന്നെ വേണ്ടാത്തവർക്ക് എന്റെ സ്വർണം തരേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. താൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെറുതെ വാശി കാണിക്കാൻ നിൽക്കല്ലേ. അത് ഞാൻ കഷ്ടപ്പെട്ട പണത്തിന് വാങ്ങിയതാണെങ്കിൽ ഞാൻ അത് കൊണ്ടുപോകും. ഇല്ല രവിയേട്ടാ, അത് നടക്കൊന്നുമില്ല. എനിക്ക് നാളെ ഒരു ഫംഗ്ഷന് പോകാനുള്ളതാ. ഞാൻ തരില്ല എന്തായാലും. എടോ, എന്റെ അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ നിനക്കത് ആഘോഷിക്കാൻ പോണോ അല്ലേ? എടി, നീ ഒരു പെണ്ണാണോ ഹർഷേ? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനത് എടുത്തിരിക്കും. ഞാൻ തരില്ലെന്ന് പറഞ്ഞതല്ലേ? എവിടെ വെച്ചിരിക്കുന്നേ? രവിയേട്ടാ, എവിടെ? ഇവിടെ ഇരുന്ന് നിന്റെ ആഭരണം എവിടെ? എടി, ചോദിച്ചതിന് മറുപടി പറയാൻ. ഇവിടെ ഇരുന്ന് ആഭരണം എവിടെയെന്ന്? അത് പിന്നെ മര്യാദയ്ക്ക് പറഞ്ഞോ. നീ ഇവിടെ ഇരുന്ന് ആഭരണം എന്താ ചെയ്തേ? പറ. അത് ഞാൻ ഒരാൾക്ക് പണയം വെക്കാൻ കൊടുത്തു. ആർക്ക്? നീ ആർക്കാടി കൊടുത്തേ? പറയാ. അത് ഞാൻ ഇന്ദ്രന് കൊടുത്തു. എടി, ഞാൻ അറിയാതെ നിനക്ക് അവരെ സഹായിക്കണം അല്ലേ? എടി, അവൻ ആരാടി നിന്റെ? എടി, ആരാന്ന് പറയാൻ. നീ മിണ്ടരുത്. കണ്ടവന്മാർക്കൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗോൾഡ് എടുത്തു കൊടുക്കാൻ നിനക്ക് ഒരു മടിയില്ല. എന്നിട്ട് എന്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോ നിനക്ക് തരാൻ പറ്റില്ല അല്ലേ? അത് ഞാൻ ഗോൾഡ് കയ്യിലില്ലാത്തോണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ രവിയേട്ടൻ ചോദിച്ചാൽ ഞാൻ തരില്ലെന്ന് തോന്നുന്നുണ്ടോ? എടി, മതി നിന്റെ അഭിനയം. ഭർത്താവിന് നീ തന്ന വില ഞാനിപ്പോ കണ്ടത്. പ്ലീസ് രവിയേട്ടാ, ദേഷ്യപ്പെടാതെ രവിയേട്ടാ. ഇന്ദ്രന് പണത്തിന്റെ അത്ര അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്തു പോയതാ. വിളിക്കാവനെ ഇപ്പൊ തന്നെ, വേഗം വിളിച്ചു പറ. എന്നിട്ട് ആ ഗോൾഡ് തിരിച്ചടിപ്പിക്കേ. ആ ഗോൾഡ് എനിക്ക് ഇപ്പൊ കിട്ടണം. അത് ഇപ്പൊ തന്നെ വേണം. അവള് കൊടുത്തേക്കുന്നു. പെട്ടെന്ന് ചോദിച്ച അവൻ എവിടെ നിർത്തി തരാനാ? പാവ ഇന്ദ്രൻ, അവന്റെ കയ്യില് കാശൊന്നും കാണില്ല രവിയേട്ടാ. ഓ, അപ്പൊ അവനെ കുറിച്ചാണ് നിന്റെ കരുതൽ. എടി, എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ പണത്തിന് വേണ്ടി ഓടി നടക്കുന്നതേ നിന്റെ കണ്ണി കാണില്ല അല്ലേ? വേഗം വിളിക്കടി. എടി, വിളിക്കാൻ. ഇല്ല, എനിക്കത് വിളിച്ച് ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ രവിയേട്ടൻ തന്നെ വിളിച്ചോ. കൊള്ളാം. എടി, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് അതൊക്കെ. എന്നിട്ട് അത് തിരിച്ചു വാങ്ങാൻ ഞാൻ അവന്റെ മുമ്പിൽ പോയി ഇറക്കണമെന്നാണോ ഇപ്പോ? എടി, ഇറക്കണോന്ന്. എന്തിനാ രവിയേട്ടൻ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? ആയിക്കോട്ടെ, എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എങ്ങനെ പണം ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. എനിക്കറിയാടി. നിന്നൊക്കെ പോയി, എല്ലാം പോയി. നീയല്ലേ ഈ പ്രശ്നം ഇത്ര വലുതാക്കിയത്? രവി ചോദിച്ചപ്പോൾ നിനക്ക് കാര്യം പറയാറുന്നില്ലേ? നീ എന്താ എന്നെ കുറ്റപ്പെടുത്താണോ ഇന്ദ്ര? തെറ്റ് ഹർഷയുടെ ഭാഗത്ത് തന്നെയാ. രവി അത്രയും തളർന്നു നിന്ന സമയത്ത് സമാധാനിപ്പിക്കുന്നതിന് പകരം നീ ദേഷ്യം പിടിപ്പിക്കുകയല്ലേ ചെയ്ത്? എനിക്കപ്പോഴേ അങ്ങനെ ചെയ്യാനാ തോന്നിയത്. എനിക്ക് അതിലൊരു കുറ്റബോധം ഇല്ല ഇന്ദ്ര. പക്ഷേ എന്റെ സങ്കടമേ നിന്റെ ഈ പെരുമാറ്റം ഇന്ദ്ര.
എന്ത് പെരുമാറ്റം? ഇന്ദ്ര, നിനക്ക് വേണ്ടിയാ ഞാൻ തല്ലുകൊണ്ടത്. എന്നിട്ട് എന്നെ സമാധാനിപ്പിച്ച് 2 വാക്ക് പറയുന്നതിന് പകരം ഇപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ ചെയ്യുന്നത്? വേറെ ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നീ എന്നെ കുറ്റപ്പെടുത്തിയ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇന്ദ്ര. ഓ, കുറ്റപ്പെടുത്തിയതല്ല, കാര്യം പറഞ്ഞതാ. രവിയോട് പറയാതെ ആ സ്വർണം നീ എനിക്ക് തന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ. ഇപ്പോ സ്വർണം ആവശ്യപ്പെട്ട അയാളെ നീ ദേഷ്യം പിടിപ്പിച്ചില്ലേ? ഇനി ഞാൻ എങ്ങനെ രവിയുടെ മുഖത്ത് നോക്കും? ഓ, അപ്പോ നിനക്കതാണ് നിന്റെ പ്രശ്നം. അല്ലാതെ നിനക്ക് വേണ്ടി തല്ലുകൊണ്ട എന്നെ കുറിച്ച് നിനക്ക് ഒരു ചിന്തയില്ലേ? എന്നെ വന്നെന്ന് കണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കണം നിനക്ക് തോന്നിയില്ലേ ഇന്ദ്ര? ഹർഷേ, അതിലൊക്കെ ഇമ്പോർട്ടന്റ് ഇപ്പൊ രവിയുടെ പണം കൊടുക്കുന്നതാ. അയാൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള വഴി ഞാൻ നോക്കട്ടെ. രവി മിക്കവാറും ഇങ്ങോട്ടായിരിക്കും പോന്നിരിക്കുക. എന്റെ പൊന്നി ഇന്ദ്ര, നീ അതൊന്ന് വിട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ മാനസികമായി തളർന്നു നിൽക്ക ഇന്ദ്ര. നിനക്കെന്താ ഹർഷ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? നീ ഫോൺ വെക്ക്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിക്കാം. ഇന്ദ്ര, ഹലോ ഇന്ദ്ര. എങ്ങനെയെങ്കിലും രവിക്ക് പണം കൊടുക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? സത്യം വിചാരിച്ച ചിലപ്പോ പണം കിട്ടും. ചീരുവിനെ സഹായിച്ച പണം ചിലപ്പോ അവന്റെ കയ്യിൽ കാണും. തൽക്കാലം അത് മറിക്കാം. എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് സത്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാം. അതാ ബുദ്ധി. ഹർഷയുടെ കാര്യം പറഞ്ഞ് അവൻ പ്രശ്നം ഉണ്ടാക്കും. തൽക്കാലം എന്തായാലും സത്യം വരട്ടെ. ഇതാ അങ്കിൾ. സത്യം പറഞ്ഞു വെച്ച് നോക്കുമ്പോ ആ വിനയനൊരു ഭ്രാന്തനാ. സംശയരോഗമാ അയാൾ തലച്ചോറ് മുഴുവനും. അതെ, അവനെപ്പോലൊരാള് അർഹിക്കാത്ത ഭാര്യ ചീരു. അവൾ അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയാ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചിലങ്കയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ സത്യം വേറൊരു വിവാഹത്തിന് തയ്യാറാവണം. വിനയന്റെ കണ്ണിൽ സത്യൻ ഇപ്പോഴും അവിവാഹിതനാ. അതായിരിക്കും അയാളുടെ ഒരു പ്രശ്നം. അത് ശരിയാ. സത്യേട്ടൻ മറ്റൊരു കുടുംബമായി സന്തോഷത്തോടെ കൺമുന്നിൽ ജീവിക്കുമ്പോ വിനയന് മാറ്റം ഉണ്ടാവും. ഇങ്ങനെ ഒരു കാര്യം അന്ന് ചിലങ്ക പറഞ്ഞതുകൊണ്ടാ ഞാൻ മനീഷയെ വിവാഹം കഴിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? എനിക്കോ ചീരുവിനോ മനുഷ്യക്കോ പോലും നല്ലൊരു ജീവിതം ഉണ്ടായില്ല. അത് എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാ. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അന്ന് എനിക്ക് സാധിച്ചില്ല. തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നതിലാ കാര്യം. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇനിയും വൈകിട്ടില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാം ഒരു യോഗം. എന്നെ സംബന്ധിച്ചിടത്തോളം അതുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത് സത്യേട്ടാ. ഞാൻ കാരണം സത്യേട്ടന്റെ ജീവിതം ഇങ്ങനെ ആയെന്നുള്ള വേദനയാ എനിക്ക്. അതങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. മനീഷ എന്നെ സ്നേഹിച്ചിരുന്നില്ല. സ്നേഹിച്ച ജീവിതം തേടി നീ പോയി. അത് നല്ലതല്ലേ? അല്ലാതെ സ്വയം വഞ്ചിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? സത്യൻ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാവണം. ഞാൻ വിവാഹം കഴിക്കാം. പക്ഷെ അതിനു മുൻപ് മനീഷ സഞ്ജുവിനൊപ്പം ജീവിക്കാൻ തയ്യാറാവണം. സഞ്ജുവിനപ്പോ? അതെ. തെറ്റ് പറ്റാത്തവരായിട്ട് ആരാ ഉള്ളത്? അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിലാ കാര്യം. നിങ്ങളും മനസ്സ് തുറന്ന് സ്നേഹിച്ച്